ഓക്കെ, അപ്പോൾ ഇനി അടുത്തത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസി, മീൻ, മീഡിയൻ കഴിഞ്ഞു. ഇനി അടുത്തത് നോക്കാനുള്ളത് മോഡാണ്. അപ്പോൾ എന്താണ് മോഡ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക, നമ്മൾ ഇതുവരെ കണ്ടത് ആദ്യത്തേത് മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ ആദ്യം കണ്ടത് മീനായിരുന്നു അല്ലേ? മീനാണ് നമ്മൾ ആദ്യം കണ്ടത്. മീൻ എന്തായിരുന്നു? മീൻ ഈസ് ബേസിക്കലി ആവറേജ് ഓഫ് എ സീരീസ്. ഒരു സീരീസിൻ്റെ ആവറേജ് ആണ് മീൻ. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഈ മെഷേഴ്സ് ഓഫ് സെൻട്രൽ ടെൻഡൻസിയിൽ അടുത്ത് നമ്മൾ കണ്ടത് മീഡിയൻ ആണ്. മീഡിയൻ എന്ന് വെച്ചാൽ ഒരു സീരീസിൻ്റെ മിഡ് വാല്യൂ ആണ്. അത് ഒന്നുകിൽ അസെൻഡിങ്ങിലോ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിലോ നമ്മൾ മാറ്റിയിട്ട് അതിൻ്റെ മിഡ് വാല്യൂവിൽ ആരാ നിൽക്കുന്നത്, ഏത് ഐറ്റമാണ് നിൽക്കുന്നതെന്നാണ് നമ്മൾ മീഡിയനിൽ കണ്ടത്. ഇനി അടുത്തതാണെന്ത്? മോഡ്. അപ്പോൾ മോഡ് എന്താ അവിടെ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ, ഒരു സീരീസ് തന്നാൽ, ഓക്കെ ലെറ്റ്സ് സീ, ഇങ്ങനത്തെ ഒരു സീരീസാണ് 1 2 3 3 4. ഇവിടെ നമ്മളിപ്പോൾ ഇതിൻ്റെ മീൻ കാണുമ്പോൾ എന്താ ചെയ്യുക? നമ്മളിതെല്ലാം കൂടി ആഡ് ചെയ്യും. 1 2 3 3 3 6 6 3 9 9 4 13. ഈ 13ന് നമ്മൾ 5 കൊണ്ട് ഹരിച്ചാൽ എന്ത് കിട്ടും? നമുക്ക് മീൻ കിട്ടും. ഇനി ഇതിൻ്റെ മോഡ് ഒന്നുകിൽ നമ്മൾ എന്താണ്, ഇത് അസെൻഡിങ്ങിൽ അല്ലെങ്കിൽ ഡിസെൻഡിങ് ഓർഡറിൽ. ഇപ്പോൾ ഇത് എഴുതിയിരിക്കുന്ന അസെൻഡിങ് ഓർഡർ തന്നെയാണ്. എന്നിട്ട് ഇതിൻ്റെ മിഡ് വാല്യൂ കാണും. അപ്പോൾ എന്താണ്, ഇവിടെ 3 ആണ് മീഡിയനായിട്ട് വരിക. ഓക്കെ, ഇനി ഇതിൻ്റെ മോഡെന്ന് വെച്ചാൽ, മോഡിനെ കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, ഇൻ എ സീരീസ് ആൻ ഐറ്റം വിച്ച് ഒക്കേഴ്സ് ഫോർ എന്താണ്, ഇൻ മോസ്റ്റ് നമ്പർ ഓഫ് ടൈംസ്, അതായത് മോസ്റ്റ് ഫ്രീക്വൻസീസ് വരുന്ന ഐറ്റംസിനെയാണ് നമ്മൾ മോഡെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ സീരീസിൽ ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്ന നമ്പർ എന്ന് വെച്ചാൽ ഇവിടെ 3 ആണ്. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വൽ സീരീസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആ സീരീസ് ഒന്ന് വിലയിരുത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഏത് നമ്പേഴ്സാണ് ഏറ്റവും കൂടുതൽ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നത്. ദ നമ്പർ വിച്ച് റിപ്പീറ്റ്സ് ദ മോസ്റ്റ് വിൽ ബി കോൾഡ് ആസ് മോഡ്. ഓക്കെ, അതിനാണ് ഇവിടെ മോഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. മോഡ് ഓർ ദ മോഡൽ വാല്യൂ ഇസ് ദ വാല്യൂ ഇൻ എ സീരീസ് ഓഫ് ഒബ്സർവേഷൻ വിച്ച് ഒക്കേഴ്സ് വിത്ത് ഗ്രേറ്റസ്റ്റ് ഫ്രീക്വൻസി. For example, the mode of the series 3 5 8 5 4 5 8 3 would be 5 because 5 repeats the most time. 5-നാണ് കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്. ഓക്കെ, സിൻസ് ദ വാല്യൂ occurs more frequently than any others. പിന്നെ ഇവിടെ വെറുതെ കൊടുത്തിരിക്കുന്നത് എന്താണ്, ഒരു ഗ്രാഫിക്കലായിട്ട് എന്താണ്, യൂണി മോഡൽ ഡാറ്റയും ബൈ മോഡൽ ഡാറ്റ എന്ന് പറഞ്ഞിട്ട്. കാര്യം ഈ യൂണി മോഡൽ ഡാറ്റയിൽ ഒരു വേരിയബിൾ എന്താണ് ആണ് ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്യുന്നൊരു വേരിയബിൾ ഉണ്ട് അവിടെ. ഇവിടെ 2 വേരിയബിൾ എന്താണ് ഈക്വൽ ആയിട്ട് എന്താണ് കൂടുതൽ റിപ്പീറ്റ് ആവുന്നത്. അതിനാണ് ബൈ മോഡൽ ഡാറ്റ എന്നതുകൊണ്ട് പറയുന്നത്. സോ മോഡ് ഇൻ ഇൻഡിവിജ്വൽ സീരീസ്, ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു, സീരിയൽ നമ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്, ഫ്രീക്വൻസി ഒന്നുമല്ല, സീരിയൽ നമ്പേഴ്സാണ്. ഓക്കെ, അത് കഴിഞ്ഞ് മാർക്കുകളാണ് കൊടുത്തിരിക്കുന്നത്, മാർക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഇവിടെ എന്താണ് മോഡ്, കാൽക്കുലേറ്റ് മോഡാണ് ചോദിക്കുന്നത്. അപ്പോൾ ഈ സീരീസ് 10 27 24 12 27 27 20 18 15 31. ഇവിടെ മോഡ് എന്ന് പറയുന്നത് 27 ആണ്. സിൻസ് ദ ഐറ്റം 27 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. സിൻസ് ദ ഐറ്റം 27 ഒക്കേഴ്സ് ദ മാക്സിമം നമ്പർ ഓഫ് ടൈംസ്, ദാറ്റ് ഈസ് 3. ഇറ്റ് ഒക്കേഴ്സ് 3 ടൈംസ് ഇൻ ദിസ് സീരീസ്. ദ മോഡൽ മാർക്സ് ആർ 27. ഓക്കെ, അതേമാതിരി വേറൊരു ഡിസ്ട്രിബ്യൂഷനാണ് അല്ലെങ്കിൽ സീരീസാണ് കൊടുത്തിരിക്കുന്നത്. 61 62 61 60 62 60 61 63 62. ഓക്കെ, അപ്പോൾ ഇവിടെ 61ഉം 62ഉം 3 വട്ടം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഹെൻസ് 61 and 62 are modes. This is a
ബൈമോഡൽ ഡിസ്ട്രിബ്യൂഷൻ. നമ്മൾ നേരത്തെ ആ ഗ്രാഫിൽ കണ്ട മാതിരി ഇൻ ദിസ് സീരീസ് ദർ ഈസ് ബൈമോഡൽസ്. ഓക്കെ, ഇൻ സച്ച് എ കേസ് മോഡ് ഈസ് സെറ്റ് ടു ബി ഇൽ ഡിഫൈൻഡ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു കേസിലാണെങ്കിൽ മോഡ് എന്താണ്? ഇൽ ഡിഫൈൻഡ് ആണ്. അപ്പോൾ അത് ഇങ്ങനത്തെ ഒരു കേസ് വരികയാണെങ്കിൽ ഇഫ് ദർ ഈസ് ബൈമോഡൽ സിറ്റുവേഷൻ ദെൻ ടു കാൽക്കുലേറ്റ് മോഡ് വി ഹാവ് ടു യൂസ് ദ ഫോളോയിങ് ഇക്വേഷൻ. അതായത് ഈ ഇക്വേഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്. മോഡ് ഈസ് ഈക്വൽ ടു 3 മീഡിയൻ minus 2 mean. First you have to find the median and the mean of this data. എന്താണ്? Multiply the median by 3, then multiply the mean by 2, then minus the multiplied mean from the multiplied median. ഓക്കെ, അപ്പോൾ ഈ കേസിൽ നമ്മളിവിടെ എന്താ എഴുതിയിരിക്കുന്നത്? മോഡ് ഈക്വൽ ടു 3 മീഡിയൻ മൈനസ് 2 മീൻ. അപ്പോൾ ഈ സീരീസിൻ്റെ മീൻ എന്ന് പറയുന്നത് ഇതെല്ലാം കൂടി ആഡ് ചെയ്തിട്ട് എത്ര നമ്പേഴ്സ് ഉണ്ട്? 9 നമ്പേഴ്സ് ഉണ്ട്. അതിനെ നമ്മൾ 9 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നത് മീൻ എന്ന് പറയുന്നത് 61.33 ആണ് മീൻ കിട്ടുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ മീഡിയൻ, ഈ സീരീസിൻ്റെ മീഡിയൻ എന്ന് പറയുന്നത് 61 ആണ്. അതാണ് ഏകദേശം സെൻറ്റർ മോസ്റ്റ് പോയിന്റിൽ വരുന്നത്. നമ്മളിതിന് അസെൻഡിങ് ഓർഡറിൽ എഴുതിയിട്ട് അതിൻ്റെ സെൻറ്റർ മോസ്റ്റ് പോർഷനിൽ വരുന്നത് നമ്മൾ മീഡിയൻ നമ്മൾ കണ്ടതാണ്. ഓക്കെ, അപ്പോൾ 5th ഐറ്റമാണ് സെൻറ്റർ മോസ്റ്റ് പോർഷനിൽ വരിക. അതെന്താണ്? 61 തന്നെയാണ് വരിക. ഓക്കെ, അപ്പോൾ മോഡ് കാണണമെങ്കിൽ എന്താ വരിക എന്ന് വെച്ചാൽ 3 × 61 മീഡിയൻ മൈനസ് 2 × 61.33. അപ്പോൾ ഏകദേശം കിട്ടുന്നത് 60.34 ആണ്. ഓക്കെ, അപ്പോൾ നിങ്ങളതൊന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ഇതൊന്നും കാര്യമായിട്ട് ചോദിക്കാൻ ചാൻസ് കുറവാണ്, എന്നാലൊന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളത്. ഓക്കെ, പിന്നെ ഇവിടെ ഒരു കൊടുത്തിട്ടുണ്ട്, ഒരു സീരീസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സീരീസിൽ ഒരു ഐറ്റം പോലും റിപ്പീറ്റ് ആവുന്നില്ല. സോ ഇൻ സച്ച് എ സീരീസ് ദർ വിൽ ബി നോ മോഡ്. ഇനി നമുക്ക് മോഡ് ഇൻ ഡിസ്ക്രീറ്റ് സീരീസ് നോക്കണം. ഓക്കെ, മോഡ് ഇൻ ഡിസ്ക്രീറ്റ് സീരീസ്. അപ്പോൾ നമുക്ക് ഡിസ്ക്രീറ്റ് സീരീസിൻ്റെ മോഡ് എങ്ങനെ കണ്ടെത്താൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഫ്രീക്വൻസീസ് നോക്കുക. ഓക്കെ, ഇവിടെ ഏതാണ് ഏറ്റവും കൂടുതൽ വരുന്ന ഫ്രീക്വൻസി? ഏതാണ് ഫ്രീക്വൻസി? ഇതാണ് ഫ്രീക്വൻസീസ്, ഇതാണ് ഐറ്റംസ്. അപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഫ്രീക്വൻസി ഏതാണ്? 40 ആണ്. സോ ഇൻ ദിസ് കേസ് മോഡ് ഈക്വൽ ടു 12 അല്ലേ? 12 ആണ്. അപ്പോൾ ഏതിനടുത്താണോ ഏറ്റവും കൂടുതൽ ഫ്രീക്വൻസി ഉള്ളത് അതാണ് നമ്മൾ മോഡായിട്ട് പരിഗണിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത് വളരെ സിമ്പിളാണ്. ഇത് നിങ്ങൾ ജസ്റ്റ് നിങ്ങൾ നോട്ടിലേക്ക് എഴുതി വെച്ചാൽ മതി. കണ്ടിന്യൂസ് സീരീസിലാണ് നമുക്ക് കൂടുതൽ കാൽക്കുലേഷൻസ് വരുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടിന്യൂസ് സീരീസിൽ എങ്ങനെയാണ് മോഡ് കണ്ടെത്താമെന്ന് നോക്കാം.